മക്കളെ ഗുഡ് മോർണിംഗ്. നമ്മൾ ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി പറഞ്ഞ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ചോദ്യം എന്താണെന്ന് വായിച്ചു നോക്കാം. ഓ കേന്ദ്രമായ വൃത്തത്തിലെ ഒരു ഞാണാണ് ബി സി. ബി സി ഈക്വൽ ടു 10 സെന്റിമീറ്റർ, കോൺ എ ഈക്വൽ ടു 60 ഡിഗ്രി. വൃത്തത്തിലെ ആരം കണക്കാക്കുക. വൃത്തത്തിന്റെ ആരം കണക്കാക്കുക. എന്താ പറഞ്ഞത്? ബി സി പറഞ്ഞ ചങ്ങായി എന്താ? ഈ വൃത്തത്തിലെ എന്താ ഒരു ഞാണാണ്. അയാള് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അതേപോലെ ഒരു കോൺ തന്നിട്ടുണ്ട്, അത് 60 ഡിഗ്രിയും കോണാണ്. മക്കളെ നോക്കടാ, ഇയാള് എന്ന് പറയുന്നത് വെറും ഒരു വൃത്തമാണോ? അല്ല, ഇയാള് എന്ന് പറയുന്നത് എന്താ? ഒരു പരിവൃത്തമാണ്, അല്ലെങ്കിൽ സർക്കം സർക്കിളാണ്. എന്താ? ഒരു ത്രികോണത്തിന്റെ 3 മൂലകളിലൂടെ ഒരു സർക്കിൾ പോയിട്ടുണ്ടെങ്കിൽ ആ സർക്കിളിനെ നമ്മൾ പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിൾ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാണ്ട്, ഈ ഒരു പരിവൃത്തത്തിലെ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലേ, ഈ ട്രയാങ്കിളിന്റെ ഒരു കോണും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സൈഡും തന്നിട്ടുണ്ടോ? ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. 2r sin തീറ്റ ഈക്വൽ ടു ഏതാണോ തന്നിട്ടില്ല, ഓപ്പോസിറ്റ് ആയിട്ട് തന്നിട്ടുള്ള സൈഡ് ഏതാണോ അത്. ബി സി അല്ലേ ഇവിടെ നിലവിൽ തന്നിട്ടുള്ളത്? ബി സി എന്താ പറഞ്ഞത്? ഇയാൾ ഒരു പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിൾ ആണെങ്കിൽ ആ സർക്കം സർക്കിളിലെ ട്രയാങ്കിളിന്റെ ഒരു കോണും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ അവിടെ ഉപയോഗിക്കും. 2 നമുക്കറിയാം, 6 നമുക്കറിയോ? 6 നമുക്കറിയില്ല. അയാളെയാണ് കാണേണ്ടത്. ആരം കാണുക അല്ലെങ്കിൽ റേഡിയസ് കാണുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആർ സൈൻ തീറ്റ നമുക്കറിഞ്ഞൂടെ? തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്, അത് നമുക്കറിയാം. 60 ഡിഗ്രി ഈക്വൽ ടു ബി സി നമുക്കറിയാം, അതും തന്നിട്ടുണ്ട്. സെറ്റാണോ മക്കളെ? സെറ്റാണ്. ഇതിൽ നിന്നും സൈൻ 60 എന്ന വാല്യൂ നമുക്കറിയാം. സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. അതായത് സൈനിന്റെ വാല്യൂകൾ വരുന്നത് 0-ലും 30-ലും അതേപോലെ 45-ലും അതേപോലെ 60-ലും 90-ലും സൈനിന്റെ വാല്യൂകൾ വരുന്നത്. സൈൻ 0 വരുന്നത് 0 ആണ്. സൈൻ 1/2 √3/2 1 ഇങ്ങനെയല്ലേ സൈനിന്റെ വാല്യൂകൾ പോണത്. ഇനിയിപ്പോ കോസ് ആകുമ്പോ ഈ ലൈൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ കോസിന്റെ വാല്യൂകളും കിട്ടും. സെറ്റാണോ? സെറ്റാണ്. അതിൽ നിന്നും സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. നമ്മൾ അപ്ലൈ ചെയ്ത് 2 × r × √3/2 ഈക്വൽ ടു 10 എന്ന് വരും. ഈ 2ഉം നമ്മൾ കട്ട് ചെയ്തു. r ഈക്വൽ ടു ഈ √3 ഞാൻ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ √3 ആയിരിക്കും. അപ്പൊ 10/√3 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത്, ഈ റേഡിയസ് എന്ന് പറയുന്നത് 10/√3 സെന്റിമീറ്റർ ആയിരിക്കും. സെറ്റാണോ മക്കളെ? ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് അറിയില്ലെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട, നമ്മൾ അതിനുള്ള മെത്തേഡും നമുക്കറിയാം. ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് വായിക്കുന്നുണ്ട്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. 2r sin തീറ്റ എപ്പോഴാണ് ഇത് ഉപയോഗിക്കുക? ഇയാളൊരു പരിവൃത്തത്തിലെ ഒരു ട്രയാങ്കിളിന്റെ ഒരു കോണും അതേപോലെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സൈഡും തന്നാൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുക. 2r sin തീറ്റ ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന ഓപ്പോസിറ്റ് സൈഡ് ഏതാണോ അയാൾ. ഓക്കെ, സെറ്റാണോ? ഞാൻ ചെറുതായിട്ട് ഇയാളെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആരാണ്? റേഡിയസ് അല്ലെങ്കിൽ ആരത്തിനെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നിലവിൽ ഇവിടെ ഒരു ആരം അല്ലെങ്കിൽ റേഡിയസ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഒരു റേഡിയസ് വരച്ചു കൊടുക്കണം. ഞാൻ ഇങ്ങോട്ടുനിന്ന് ഒരു റേഡിയസ് വരയ്ക്കുകയാണ്. വരച്ചു കഴിഞ്ഞു. സെറ്റാണോ? റേഡിയസ്. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നെങ്കിൽ OBയോ അല്ലെങ്കിൽ OCയോ നമ്മൾ കണ്ടാൽ നമുക്കുള്ള ആൻസർ കിട്ടും. മക്കളെ നോക്കടാ, ഇയാൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇയാൾ 120 ഡിഗ്രി ആയിരിക്കും. എന്താ കാരണം? ഈ ആംഗിളിന്റെ ഇരട്ടിയായിരിക്കും ഇയാള് എന്ന് പറയുന്നത്. സെറ്റല്ലേ? അതായത് ഈ BC പറഞ്ഞ ഞാൻ വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അല്ലെ? 120ന്റെ പകുതി അല്ലേ? പറഞ്ഞ കാര്യം തിരിച്ചു നമുക്കൊന്ന് പറഞ്ഞൂടെ? ഈ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ ഇരട്ടിയായിരിക്കും ഇയാൾ വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇയാളൊരു ചാപമാണ്, ഈ ചാപം വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. എടാ മക്കളെ, ഇയാൾ 120 ഡിഗ്രി ആണെങ്കിൽ ഈ കോണും എന്താണ്? ഇയാളൊരു സമപാർശ്വ ത്രികോണമല്ലേ? ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും ഈക്വൽ ആണ് അല്ലെങ്കിൽ തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ 120 ആണെങ്കിൽ ഇയാൾ 30ഉം അതേപോലെ ഇയാളും 30 ഡിഗ്രി ആയിരിക്കും. സംശയങ്ങളൊന്നുമില്ലല്ലോ? റെഡി അല്ലേ? സെറ്റാണ്.
ഞാൻ ഈ 120 ചെറുതായിട്ടൊന്ന് മായ്ക്കുന്നുണ്ട് മക്കളെ, നോക്കടാ. ഈ വൃത്തകേന്ദ്രത്തിൽ നിന്നും അല്ലെങ്കിൽ സെന്റർ ഓഫ് സർക്കിളിൽ നിന്നും ഞാൻ ഞാണിലേക്ക് അല്ലെങ്കിൽ കോഡിലേക്ക് ഒരു ലംബ ദൂരം അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞു. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇയാള് എന്ന് പറയുന്നത് ഒരു 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്ര ആയിരിക്കും? പെർപെൻഡിക്കുലർ വരുമ്പോൾ അത് വൃത്തകേന്ദ്രത്തിൽ നിന്നും നമ്മൾ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അയാള് ഈ കോഡിന് എന്താ തുല്യ 2 ഭാഗങ്ങളായി മാറ്റും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഇയാള് 10 ആണെങ്കിൽ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ആയിരിക്കും അല്ലെ? ഈ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് 10 ആണെങ്കിൽ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എന്താ? ഈ ഒരു ലെങ്ത്, ഈ കുഞ്ഞു ലെങ്ത് എന്ന് പറയുന്നത് എന്താ? 5 ആയിരിക്കും. സെറ്റ് അല്ലേ? അപ്പൊ ഈ ഒരു ലെങ്ത് കിട്ടി. മക്കളെ നോക്കണം, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിന്റെ 3 കോണുകളും നമുക്കറിയാം 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണ് അല്ലേ? അതിലെ ഒരു വശവും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം അവിടെ പഠിച്ചിട്ടുണ്ട്. 30 ഡിഗ്രി, ഒരു ട്രയാങ്കിളിന്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ, അംശബന്ധത്തിലാണെങ്കിൽ അവിടെ അവയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് 1:√3:2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മക്കളെ, ഇവിടെ തന്നിട്ടുള്ളത് 60-ന് എതിരെയുള്ള വശമാണ്. അയാള് എന്ന് പറയുന്നത് 5 ആണ് തന്നിട്ടുള്ളത് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 30-ന്റെ കണ്ടൂടെ? മക്കളെ, ഇപ്പൊ 30-ന്റെ ആണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്താ 60-ന്റെ കിട്ടാൻ ചെയ്യാം? ഇവിടുത്തെ ആളെ ഈ √3 കൊണ്ട് ഗുണിച്ചിട്ട് എഴുതും. ഇനിയിപ്പോ ഇയാളെയാണ് തന്നിട്ടുള്ളെങ്കിൽ ഇയാളെ കാണാൻ എന്തോ ഈ 5-നെ √3 കൊണ്ട് ഹരിക്കും. അപ്പോ 5/√3 ആയിരിക്കും 30-ന് ഓപ്പോസിറ്റ് ഉള്ള ആളെ ഇയാള് എന്ന് പറയുന്നത് 5/√3 ആയിരിക്കും. നമുക്ക് അയാളെയാണോ വേണ്ടത്? അല്ല. ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആള് എത്രയായിരിക്കും? 1 എന്ന് പറയുന്നത് 5/√3 ആണെങ്കിൽ 2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10/√3 ആയിരിക്കും. അപ്പോൾ റേഡിയസ് ആയ ഇയാള് എന്ന് പറയുന്നത് 10/√3 ആയിരിക്കും. ഇനി നിങ്ങൾ ആലോചിക്കുക, ആ ഇക്വേഷൻ പഠിക്കണോ അതോ ഈ മെത്തേഡിലുള്ള സോൾവ് ചെയ്യണമെന്ന്? സെറ്റാണോ? റെഡി ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യമാണ്, ഒരു ചതുരത്തിന്റെ വികരണത്തിന്റെ നീളം 9 സെന്റിമീറ്റർ. ഡയഗണലിന്റെ നീളം ഇപ്പൊ നമുക്ക് എന്താ, ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, സ്ക്വയർ അല്ല, റെക്റ്റാങ്കിൾ ആണ്. ആ റെക്റ്റാങ്കിളിന്റെ ഡയഗണലിന്റെ നീളം എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്. ഈ വികരണം ചതുരത്തിന്റെ ഒരു വശമായി ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് എന്ന് പറയുന്നത് 49 ഡിഗ്രിയാണ്. ചതുരത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ കാണുക. ചിത്രമൊക്കെ ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇയാളെന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് മായ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇയാള് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ് അല്ലെങ്കിൽ ചതുരമാണ്, സ്ക്വയർ അല്ല മക്കളെ. സ്ക്വയർ അല്ല, സ്ക്വയർ ആണെന്നൊക്കെ തോന്നുന്നു, അതൊക്കെ വെറും തോന്നലാണ്. അതൊക്കെ അവിടെ വെച്ചാൽ മതി. നമുക്ക് കാണേണ്ട എന്താ, ഈ ചതുരത്തിന്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിന്റെ നീളങ്ങളാണ്. ലെങ്ത് കാണണം, അതേപോലെ എന്താ ബ്രെഡ്ത്തും കാണണം. സെറ്റാണോ? നമ്മൾ അവിടെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഇയാള് എന്ന് പറയുന്നത് എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു കോണും അതേപോലെ ഒരു സൈഡും തന്നാൽ നമുക്ക് അപ്പോൾ നമ്മൾ മനസ്സിലേക്ക് ആരൊക്കെ വരണം? സൈന് വരണം, കോസ് വരണം, ആരൊക്കെ വരണം? പൈതഗോറസിനെ കൊണ്ടുവരണം. പൈതഗോറസിനെ കൊണ്ടുവരുമ്പോൾ എന്താ പ്രശ്നം ചോദിച്ചാല് 2 സൈഡുകൾ തന്നിട്ടുണ്ടായിരിക്കണം. ഇവിടെ 2 സൈഡുകൾ തന്നിട്ടുണ്ടോ? ഇല്ല. ഒരു കോണും ഒരു സൈഡുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ ഈ സൈഡും നമുക്ക് കാണണം റെക്റ്റാങ്കിളിന്റെ. അപ്പോ ഈ കോണിനെ അപേക്ഷിച്ച് ഈ സൈഡ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് അല്ലെങ്കിൽ എതിർവശമാണ്. ഓക്കെ, എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡാണ്. തന്നിരിക്കുന്ന ഇയാള് എന്ന് പറയുന്നത് അതിന്റെ ഹൈപ്പോണ്ടന്യൂസ് അല്ലെങ്കിൽ കർണമാണ്. എതിർവശവും കർണവുമുള്ള ചങ്ങായി ആരാണ്? സൈനാണോ, കോസാണോ, ടാനാണോ? സൈൻ അല്ലേ മക്കളെ. സൈൻ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? എതിർവശം ബൈ കർണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോണ്ടന്യൂസ് ആണ്. ഇത് എതിർവശം നമുക്കറിയോ? ഇല്ല. അയാളെ ഞാൻ ഒരു പേര് വിളിക്കുകയാണ്, QR എന്ന് വിളിക്കുകയാണ്. QR എന്ന് വിളിച്ചു. കർണം അല്ലെങ്കിൽ ഹൈപ്പോണ്ടന്യൂസ് ചോദ്യത്തിൽ തന്നിട്ടില്ലേ? അയാൾ എന്ന് പറയുന്നത് 9 ആണ്. സെറ്റാണോ? ഇതിൽ നിന്നും QR കണ്ടാൽ എന്ത് കിട്ടും? നമുക്ക് ചതുരത്തിന്റെ ഈ വീതി അങ്ങോട്ട് കിട്ടും. അപ്പോ സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ ഇവിടെ തന്നിട്ടുണ്ട്. സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ 49 ആണ്. സൈൻ 49 ഈക്വൽ ടു QR/9 എന്ന് നമുക്ക് എഴുതിക്കൂടെ മക്കളെ? ഇതിൽ സൈൻ 49 എന്ന് പറയുന്നത്
7.5 ആണെന്ന് തന്നിട്ടുണ്ട്. അയാൾ നമ്മൾ എഴുതി QR/9 എന്ന് എഴുതി. സെറ്റോ. ഇതിൽ നിന്ന് നമുക്ക് QR കണ്ടൂടെ മക്കളെ? ഈ 9 ഞാൻ എന്താ സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും, ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം 9 ആയിട്ട് മാറും. അപ്പൊ QR = 0.75 × 9 എന്ന് കിട്ടും. ഇത്രയും എന്താണ്? ഇത്രയും സെന്റിമീറ്റർ ആണ് ഇതിന്റെ അളവ് എന്ന് പറഞ്ഞത്. സമയത്തിനനുസരിച്ച് ഇതെന്താ 0.7 × 9 നിങ്ങൾ എന്താ ഗുണിക്കണം. നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി ഉണ്ട് ഇതിൽ, അടുത്തൊരു കാര്യം കൂടി ഉണ്ട്. ഈ ലെങ്ത് നമ്മൾ കണ്ടു, എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 0.75 × 9. അതേപോലെ ഈ ഒരു ലെങ്ത്തും നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഈ ഒരു വശം എന്ന് പറയുന്നത് ഈ കോണിനെ അപേക്ഷിച്ച് സമീപവശമാണ്. അതേപോലെ ഈ ഒരു വശം എന്ന് പറയുന്നത് ഈ കോണിനെ അപേക്ഷിച്ച് ഹൈപ്പോട്ടന്യൂസ് ആണ്, അല്ലെങ്കിൽ കർണമാണ്. സമീപവശവും കർണമുള്ള ചെങ്ങായിനെ നമ്മൾ പറയും കോസ് തീറ്റ എന്ന് പറയും. അപ്പോ കോസ് തീറ്റ അല്ലേ നമ്മൾ ഉപയോഗിക്കുക. കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താ? കോസ് തീറ്റ എന്ന് പറയുന്നത് സമീപവശം ബൈ കർണം, അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ് തീറ്റ കണ്ടൂടെ? ഇതിൽ നിന്നും കോസ് തീറ്റയെ നമ്മൾ എഴുതാണ് കോസ് 49 എന്ന് എഴുതാണ്. സമീപവശം എത്രയാണ്? ഈ കോസ് 49 ഡിഗ്രിയെ അപേക്ഷിച്ച് സമീപവശം എന്ന് പറയുന്നത് PQ ആണ്. PQ ആണ് നമുക്ക് കണ്ടത്. PQ ബൈ തന്നിരിക്കുന്ന കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 9 ആണ്. ഇതിൽ നിന്നും PQ നമുക്ക് കണ്ടൂടെ? PQ = ഈ 9 എന്താ അങ്ങോട്ട് വരും. ഒന്നൂടെ ഈ 9 ഇങ്ങോട്ട് കൊണ്ടുവരും. നമ്മൾ ഹരിക്കണം 9 ഇങ്ങോട്ട് എത്തുമ്പോൾ എന്താ ഗുണിക്കണം 9. നമുക്ക് കോസ് 49 തന്നിട്ടുണ്ട് 0.66 ആണെന്ന്. ഹരിക്കണം 9 ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കണം 9 ആയിരിക്കും. ഇത്രയും സെന്റിമീറ്റർ ആണ് PQ പറഞ്ഞുള്ള ചെങ്ങായി. സെറ്റാണോ? അപ്പൊ എന്താ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ കണ്ടുപിടിച്ച സമയത്തിനനുസരിച്ച് എന്താ നിങ്ങൾ ഗുണിക്കുക. അങ്ങനെ എഴുതി വെക്കരുത് കേട്ടോ, ഗുണിച്ചിട്ട് വേണം എഴുതി വെക്കാൻ. സെറ്റാണോ മക്കളെ? റെഡി ആണോ? കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു കാര്യത്തിലോട്ട് ഒന്നുകൂടെ ചെറിയൊരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ ഇയാൾ ഉണ്ടാക്കുന്ന കോൺ 60 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന കോൺ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന കോൺ 60 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ താഴെ ഉണ്ടാക്കുന്ന കോണോ ഈ കോണും അനുപൂരകമാണെങ്കിൽ 180 നിന്നും 60 കുറച്ചാൽ ഈ കോണ് കിട്ടും. ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ട്രിഗ്നോമെട്രി പറഞ്ഞുള്ള ചാപ്റ്ററിലെ അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ് എന്നൊക്കെ തോന്നും. അതൊക്കെ അവിടെ നിന്നാൽ മതി. അതിനനുസരിച്ചുള്ള മാർക്ക് എന്താ കിട്ടും. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി പറഞ്ഞുള്ള ചാപ്റ്റർ. നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണത്. കാരണം എന്താ, ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഒരു സ്റ്റൈല് മാത്രമേ മാറുന്നുള്ളൂ. പക്ഷെ മെത്തേഡുകളൊക്കെ വളരെ സിമ്പിൾ അല്ല. നമ്മൾ ഉപയോഗിച്ച് വരുന്ന മെത്തേഡുകൾ ആകെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു നോക്കാം. ഒരു കുട്ടി 20 മീറ്റർ ഉയരമുള്ള ഒരു ടവറിന്റെ മുകളിൽ നിന്നും, അയ്യോ ഈ ചെങ്ങായി വല്ലാത്തൊരു ചെങ്ങായി, ടവറിന്റെ മുകളിലൊക്കെ നിന്നും നോക്കിയപ്പോൾ ഒരു കെട്ടിടത്തിന്റെ മുകളറ്റം 50 ഡിഗ്രി മേൽക്കോണിലും അതിന്റെ ചുവട് 30 ഡിഗ്രി കീഴ്ക്കോണിലും കണ്ടു. ഏകദേശം ചിത്രം വരയ്ക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കട്ടോ. ഏകദേശം ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു ചിത്രം വരയ്ക്കണം. ചോദ്യം നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു കുട്ടി അവിടെ ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മളുടെ പറഞ്ഞുള്ളത് ചോദ്യം. ഇതാണ് ഒരു കുട്ടി എന്ന് പറയുന്നത്. ആ കുട്ടി എന്താ 20 മീറ്റർ ഉയരമുള്ള ഒരു ടവറിന്റെ മുകളിൽ നിന്നും, അപ്പൊ 20 മീറ്റർ ആയിട്ടുള്ള ഒരു ടവറിന്റെ മുകളിലാണ് ഈ ചങ്ങായി കയറി നിൽക്കുന്നത്. അപ്പൊ ഒരു ടവർ ഉണ്ടാവും. ഇതാണ് നമ്മളെ 20 മീറ്റർ ആയിട്ടുള്ള ഒരു ടവർ എന്ന് പറയാം. അതിന്റെ മുകളിലാണ് ഈ ചങ്ങായി നിൽക്കുന്നത്. ഓക്കെ, ഈ ചങ്ങായിനെ അങ്ങനെ വരച്ചു. നോക്കിയപ്പോൾ അയാൾ നോക്കണുണ്ട്, ആരെയും നോക്കുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ ഒരു കെട്ടിടത്തിന്റെ മുകളറ്റം, അപ്പൊ ഒരു കെട്ടിടം അവിടെ ഇതാണ് നമ്മളുടെ ഒരു കെട്ടിടം എന്ന് പറയുന്നത്. ആ കെട്ടിടം, ഇതാണ് നമ്മളുടെ ബേസ് ഉണ്ടാവും അല്ലെ, പാത ഉണ്ടായിരിക്കും. ഓക്കെ, ആ കെട്ടിടത്തിന്റെ മുകളറ്റം, മുകളറ്റം എന്ന് പറയുമ്പോൾ ഇതാണ് ആ കെട്ടിടത്തിന്റെ മുകളറ്റം എന്ന് പറയുന്നത്. മുകളറ്റം 50 ഡിഗ്രി മേൽക്കോണിലും അതിന്റെ ചുവട് 30 ഡിഗ്രി കീഴ്ക്കോണിലും കണ്ടു. അപ്പൊ ഇയാള് നോക്കുന്നുണ്ട്. ആദ്യം എങ്ങോട്ടാ ഇയാൾ നോക്കിയത്? ആദ്യം ആ കെട്ടിടത്തിന്റെ മുകളിലേക്കാ നോക്കിയത്. ഓക്കെ, ആ കെട്ടിടത്തിന്റെ മുകളിൽ ഇവിടെ ഒരു ബേസ് ഉണ്ടായിരിക്കില്ലേ, ബേസ് ഉണ്ടായിരിക്കും. അപ്പൊ അയാൾ കണ്ടത് ഒരു 50 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. കുറച്ച് കഴിഞ്ഞപ്പോ അയാൾ എങ്ങോട്ട് നോക്കി? ആ കെട്ടിടത്തിന്റെ താഴത്തോട്ട് നോക്കി. അത് അയാൾ കണ്ടത് 30 ഡിഗ്രി കീഴ്ക്കോണിലും ആണ് കണ്ടത്. ഇങ്ങനെയാണ് റഫ് ചിത്രം വരയ്ക്കുക. സെറ്റാണോ? ഓക്കെ, നമുക്ക് ബി ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ബി എന്ന് പറയുന്നത്
കെട്ടിടവും ടവറും തമ്മിലുള്ള അകലം എത്രയാണ്? ഇതാണ് നമ്മളുടെ കെട്ടിടം എന്ന് പറയുന്നത്, ഇതാണ് നമ്മളുടെ ടവർ എന്ന് പറയുന്നത്. ഈ കെട്ടിടവും ടവറും തമ്മിലുള്ള അകലം ഇതല്ലേ കെട്ടിടവും ടവറും തമ്മിലുള്ള അകലം, അല്ലെങ്കിൽ ഇതാണ് കെട്ടിടവും നമ്മൾ ടവറും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. ഏറ്റവും അകലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ അകലത്തെയാണ് നമ്മൾ അകലമായിട്ട് എടുക്കേണ്ടത്. സെറ്റാണോ? റെഡിയാണോ മക്കളെ? ഇയാള് 20 മീറ്റർ ആണെങ്കിൽ ഇയാളും എത്രയായിരിക്കും? ഇയാളും 20 മീറ്റർ ആയിരിക്കും. സംശയങ്ങളൊന്നുമില്ലല്ലോ. ഇയാള് 30 ഡിഗ്രി ആണെങ്കിൽ ഇയാള് എത്രയായിരിക്കും? ഇയാളും 30 ഡിഗ്രി ആയിരിക്കും. ഇയാള് 90 ഡിഗ്രി ആയിരിക്കില്ലേ? ഇയാൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇയാള് 60 ഡിഗ്രി ആയിരിക്കും. പറ്റുകയാണെങ്കിൽ ആ കോണുകളെല്ലാം എന്താ എഴുതി വെക്കാൻ ശ്രമിക്കുക. സെറ്റാണോ മക്കളെ? ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചുള്ളത് എന്താ? കെട്ടിടവും ടവറും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അതിന്റെ അകലം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്നുകിൽ ഈ ലെങ്ത് കാണണം, അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത് കാണണം, അല്ലേ? നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. എന്താ ഇവിടെ ട്രയാങ്കിൾ ഉണ്ടല്ലേ? ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതിൽ ഈ ലെങ്ത് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ലെങ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഈ ഒരു ട്രയാങ്കിൾ എടുത്താലും പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ട്രയാങ്കിളിന്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ അവിടെ വശങ്ങൾക്കെതിരെയുള്ള അംശബന്ധം എന്തായിരിക്കും? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ അവയ്ക്ക് എതിരെയുള്ള വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും. ഇവിടെ നമുക്കറിയാം 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 20 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 60 ഡിഗ്രിക്ക് എത്രയായിരിക്കും? 20√3 ആയിരിക്കും. 90 ഡിഗ്രിക്ക് ഉള്ളത് എത്രയായിരിക്കും? 40 ആയിരിക്കും. 1:20 ആണെങ്കിൽ 2 എത്രയായിരിക്കും? 40 ആയിരിക്കും. ഇവിടെ നമുക്ക് 60 ഡിഗ്രിക്കുള്ള ഈ വശം അറിയാം. നമുക്ക് 20√3 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഈ വശവും അത് തന്നെയായിരിക്കും 20√3 എന്ന് പറയുന്നത്. 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 40 ആയിരിക്കും. ഇവിടെ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം ഇതാ ഇയാള് എന്ന് പറയുന്നത് 40 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കിട്ടി. കെട്ടിടവും ടവറും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എത്രയാ? കെട്ടിടവും ടവറും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 20√3 മീറ്റർ ആണ്. മീറ്റർ ആയിരിക്കും, സെന്റിമീറ്റർ അല്ല, മീറ്റർ ആണ്. കിട്ടിയോ? നമുക്ക് സി പറഞ്ഞിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെന്താന്ന് നോക്കാം. ടവറിന്റെ മുകളിൽ നിന്ന് ഇതാണ് നമ്മൾ ടവർ എന്ന് പറയുന്നത്. അതിന്റെ മുകളറ്റം ഇതാ, മുകളിൽ നിന്നും കെട്ടിടത്തിന്റെ ചുവട്ടിലേക്കുള്ള അകലം എത്രയാണ്? അപ്പൊ കെട്ടിടത്തിന്റെ ചുവട്ടിലേക്കുള്ള അകലം എന്ന് പറയുന്നത് ഇതല്ലേ അവിടുത്തെ കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത്? ഇതല്ലേ? ഈ ലെങ്ത്തും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? ഈ ലെങ്ത്തും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 40 മീറ്റർ ആണെന്ന്. അതായത് 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശമല്ലേ ഇയാള് എന്ന് പറയുന്നത്? അയാള് എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. നമുക്ക് ഡി പറഞ്ഞിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെന്താന്ന് നോക്കാം. കെട്ടിടത്തിന്റെ ഉയരം കാണുക അല്ലെങ്കിൽ കണക്കാക്കുക. ഇതാണ് നമ്മളുടെ കെട്ടിടം എന്ന് പറയുന്നത്. ഈ കെട്ടിടത്തിന്റെ ഉയരമാണ് നമ്മളോട് കണക്കാക്കാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ഈ കെട്ടിടത്തിന്റെ ഇത്രയും ദൂരം നമുക്കറിയാം. ഇനി ഇത്രയും ദൂരം കണ്ടാൽ പോരെ. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്, അല്ലേ? ഇയാള് എന്താ പറയുക 90 ഡിഗ്രിയാണ്, ഇയാളും 1 ഡിഗ്രി ആയിരിക്കും. അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേറെ കുറച്ച് ആൾക്കാർ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാ sin 50, cos 50, tan 50 ഒക്കെ തന്നിട്ടുണ്ട്. അതേപോലെ √3 തന്നിട്ടുണ്ട്. √3 തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട. ഈ √3ക്ക് നിങ്ങൾ വാല്യൂ കൊടുത്തിട്ട് വേണം എഴുതാൻ. √3ന്റെ സ്ഥാനത്ത് 1.7 കൊടുത്തിട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ സൈനുകളെയും കോസുകളെയും ടാനുകളെയും വെറുതെ അല്ല തന്നെ, അവരൊക്കെ നമുക്ക് അത് ഉപയോഗിക്കേണ്ടത് ഇവിടെയാണ്. മനസ്സിലായോ? ഇതുവരെ നമ്മൾ ഉപയോഗിച്ചില്ലല്ലോ. അത് ഉപയോഗിക്കാനുള്ള അവസരം എന്ന് പറയുന്നത് ഇവിടെയാണ്. മക്കളെ നോക്കടാ, ഈ കോണിനെ അപേക്ഷിച്ച് ഇയാളെയാണ് നമുക്ക് കണ്ടത്. ഈ കോണിനെ അപേക്ഷിച്ച് ഇയാൾ എന്ന് പറയുന്നത് എതിർവശമാണ്, അല്ലെ? എതിർവശമാണ്. തന്നിട്ടുള്ള ആളെ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ആള് എന്ന് പറയുന്നത് ഇയാളാണ്. അയാള് എന്ന് പറയുന്നത് ഈ കോണിനെ അപേക്ഷിച്ച് സമീപവശം, അല്ലെ? സമീപവശവും എതിർവശവും ഉള്ള ചെങ്ങായി എന്ന് പറയുന്നത് ആരാണ്? ടാൻ ആണ്. അപ്പോ ടാൻ തീറ്റ അല്ലെങ്കിൽ ടാൻ 50 എന്ന് പറയുന്നത് എതിർവശം ബൈ സമീപവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. എതിർവശമാണ് കാണേണ്ടത്. അയാൾ ഞാൻ ജസ്റ്റ് ഒരു പേര് വിളിക്കുകയാണ്, എക്സ് എന്ന് പേര് വിളിച്ചോട്ടെ അവിടെ. കാരണം നമ്മൾ ചിത്രത്തിന് പേരുകൾ PQR അല്ലെങ്കിൽ ABC പറഞ്ഞൊന്നും പേര് കൊടുത്തിട്ടൊന്നുമില്ല. ഇയാളെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. ആ എക്സ് എതിർവശം ബൈ സമീപവശം നമുക്കറിയാം 20√3 എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ടാൻ 50 എന്ന് പറയുന്നത് 1.2 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അതിൽ നിന്നും എക്സ് നമുക്ക് കണ്ടുകൂടെ? അതായത് ടാൻ 50 എന്ന് പറയുന്നത് 1.2 ആണ്. 1.2 = x/2
20/√3 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ എഴുതും x = 1.2 × 20√3 എന്ന് കിട്ടും. ഇത്രയും സെന്റിമീറ്റർ ഇത്രയും മീറ്റർ ആണ് ആര്, ഇത്രയും മീറ്റർ ആണ് ഇയാള് എന്ന് പറയുന്നത്. എത്രയാ? 1.2 × 20√3. ഇതിങ്ങനെ എഴുതി വെക്കരുത്, ഗുണിച്ചിട്ട് എഴുതി വെക്കണം. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് മക്കളെ ഞാൻ ഗുണിക്കാത്തത്. അപ്പൊ എന്താ, ഈ ഒരു കെട്ടിടത്തിന്റെ ഈ ഒരു ലെങ്ത്തും നമുക്കറിയാം, ഈ ഒരു കെട്ടിടത്തിന്റെ ഈ ഒരു ലെങ്ത്തും അറിയാം. ആ രണ്ട് ലെങ്ത്തുകളും കൂട്ടിയാൽ ആ കെട്ടിടത്തിന്റെ മൊത്തം ലെങ്ത് നമുക്ക് കിട്ടില്ലേ? കിട്ടും, ഒരു സംശയമില്ല, നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ സോൾവ് ചെയ്യണം. ഈ സംഖ്യകളൊക്കെ കൊടുത്തിട്ട് എന്താ സോൾവ് ചെയ്യണം ഒരു സ്ഥലത്ത്. അതിനുള്ള സമയമൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, സെറ്റാണോ? അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് സൈന്, എന്താണ് കോസ്, എന്താണ് ടാന്, സൈനിന്റെ ചില വാല്യൂകൾ, sin 0 എത്രയാണ്, sin 30 എത്രയാണ്, sin 45 എത്രയാണ്, അതേപോലെ sin 60 90 ഇതിന്റെ ഒക്കെ കോസ് വാല്യൂകളും അതേപോലെ ടാൻ വാല്യൂകളും പഠിക്കുക. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വാല്യൂ മാത്രം അങ്ങോട്ട് പഠിച്ചാൽ മതി, ഒരു നില മാത്രം അങ്ങോട്ട് പഠിച്ചു പോയാൽ എന്താ കോസും ടാനും ഒക്കെ അങ്ങോട്ട് വന്നോളും. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഒരു ട്രയാങ്കിളിന്റെ കോണുകൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആയാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും എന്നും പഠിക്കണം. അതേപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഒരു ട്രയാങ്കിളിന്റെ കോണുകൾ 45 ഡിഗ്രി അതേപോലെ 90 ഡിഗ്രി ആണെങ്കിൽ അവയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശങ്ങളുടെ അല്ലെങ്കിൽ സൈഡുകളുടെ ലെങ്ത് എന്ന് പറയുന്നത് 1:1:√2 ആയിരിക്കും. ആ കാര്യം കൂടി ഓർത്ത് വെച്ച് അത് പഠിച്ച് സെറ്റായിട്ട് പഠിച്ചു വെച്ചാൽ എന്താ, നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി പറഞ്ഞുള്ള ഒരു ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്താ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. ചോദ്യം വായിക്കാൻ അറിഞ്ഞാൽ മാത്രം മതി. സെറ്റാണോ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണിത്. ഏകദേശം 5 or 6 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതകൾ ഇതുണ്ട്. വൺ വേർഡിനായിട്ടും ഇപ്പൊ എസ് ആയിട്ടൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ട്രിഗ്നോമെട്രി പറഞ്ഞുള്ള ചാപ്റ്റർ സെറ്റായിട്ട് അടിപൊളിയായിട്ട് എഴുതണം. സെറ്റല്ലേ മക്കളെ?